ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ആദ്യത്തെ പാഠഭാഗമാണ് ചിത്രകാരി. ഈ ഒരു പാഠഭാഗത്തിൻ്റെ റിവിഷൻ മൊഡ്യൂളാണ്. അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനെ മുൻനിർത്തിക്കൊണ്ട് ഓരോ പാഠഭാഗത്തിൻ്റെയും ആശയവും പ്രധാന ആശയങ്ങളും അതുപോലെ തന്നെ കവിതയാണെങ്കിൽ അതിൻ്റെ ആസ്വാദനവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കഥാപാത്ര നിരൂപണങ്ങളും ഇവയൊക്കെ ചേർത്തുകൊണ്ട് ഓരോ പാഠഭാഗത്തിൻ്റെയും റിവിഷൻ മൊഡ്യൂള് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് ചിത്രകാരി. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ആശയങ്ങളും കഥാപാത്ര നിരൂപണങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചിത്രകാരി എന്ന പാഠഭാഗത്തിൻ്റെ കഥാസംഗ്രഹം ഒന്ന് ചുരുക്കി നോക്കാം. അസാമാന്യ പ്രതിഭയുള്ള ഫിസ എന്ന ചിത്രകാരിയുടെ ആന്തരിക ജീവിതവും വിവാഹശേഷമുള്ള അവളുടെ ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷമാണ് ചിത്രകാരി എന്ന കഥ പറയുന്നത്. വിവാഹത്തിന് മുൻപ് ചിത്രരചനയിൽ ഒന്നാം സ്ഥാനങ്ങളും ചിത്രപ്രതിഭ പട്ടവും നേടിയവളാണ് ഫിസ. എന്നാൽ യാഥാസ്ഥിതികരായ ഭർത്താവും വീട്ടുകാരും അവളുടെ കലയെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അടുക്കളപ്പണിയാണ് സ്ത്രീക്ക് ചേർന്നതെന്ന ഹാഫിസിന്റെ ഉമ്മയുടെ നിലപാടും അവളുടെ വരയെ 4-5 വരയും കുറിയും എന്ന് വിശേഷിപ്പിക്കുന്ന ഹാഫിസിന്റെ മനോഭാവവും അവളെ അസ്വസ്ഥയാക്കുന്നു. തൻ്റെ സർഗാത്മകതയെ അടിച്ചമർത്തുന്ന കുടുംബ വ്യവസ്ഥയോട് ഫിസ മൗനത്തിലൂടെ പ്രതികരിക്കുന്നു. ഒടുവിൽ ഹാഫിസ് അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ തൻ്റെ കലാജീവിതം അവിടെ അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഫിസ കയ്യിലെ ചായങ്ങൾ കഴുകിക്കളയുന്നു. ഇതാണ് ഈ ഒരു കഥയുടെ സംഗ്രഹം അല്ലെങ്കിൽ ആശയം. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു ചോദ്യമാണ് വിഗ്രഹിക്കുക അല്ലെങ്കിൽ വിഗ്രഹരൂപം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സമസ്ത പദങ്ങളും വിഗ്രഹരൂപവും നോക്കാം. സമസ്ത പദങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് പദവും ആദ്യ പദവും അന്ത്യപദവും ചേരുന്ന ഒരൊറ്റ പദം. അപ്പോൾ അതെങ്ങനെയാണ് വിഗ്രഹിക്കാതെ എഴുതുക എന്നുള്ളത് ഒറ്റൊരു പദവും അതിൻ്റെ വിഗ്രഹരൂപവുമാണ്. അതാണ് സമസ്ത പദം. അതായത് വിഗ്രഹിക്കാത്ത ഒരു പദമാണിത് സമസ്ത പദം എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ പദം കൈവിരലുകളാണ്. അതപ്പോൾ വിഗ്രഹിച്ച് എഴുതുന്നത് കൈയിലെ വിരലുകൾ എന്നുള്ളതാണ്. ചിത്രരചന, ചിത്രത്തിൻ്റെ രചന, കലാവിഷ്കാരം, കലയുടെ ആവിഷ്കാരം, കുടുംബജീവിതം, കുടുംബത്തിലെ ജീവിതം, സർഗശേഷി, സർഗപരമായ ശേഷി, യാഥാസ്ഥിതിക കുടുംബം, യാഥാസ്ഥിതികമായ കുടുംബം, ചിത്രപ്രദർശനം, ചിത്രങ്ങളുടെ പ്രദർശനം, മഞ്ഞച്ചായം, മഞ്ഞ നിറത്തിലുള്ള ചായം, പഴയകാലം, പഴയതായ കാലം, പുലർക്കാലം, പുലരുന്ന കാലം. ഇങ്ങനെയാണ് വിഗ്രഹരൂപം എഴുതേണ്ടത്. ഇനി ലഘുവാക്യങ്ങളാക്കുക അല്ലെങ്കിൽ ലഘുവാക്യങ്ങളെ ഒറ്റ വാക്യമാക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലഘുവാക്യങ്ങളാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. 1. ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു. ഇതെങ്ങനെയാണ് 2 വാക്യങ്ങളാക്കുക അല്ലെങ്കിൽ ലഘുവാക്യങ്ങളാക്കുക എന്ന് നോക്കാം. അയാൾ ഉറക്കമുണർന്ന് എത്തി എന്നുള്ളത് ഒന്നാമത്തെ വാക്യവും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വാക്യവുമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അസഹ്യതയോടെ അയാൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അവളുടെ മുഖത്തേക്ക് ഒളികണ്ണിട്ടു. ഇത് ലഘുവാക്യങ്ങളാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അയാൾ അസഹ്യതയോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ ജനലൊന്ന് തുറന്നടച്ചു. അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികണ്ണിട്ടു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. ഇതെങ്ങനെയാണ് ലഘുവാക്യങ്ങളാക്കുക? അവൾ ഫ്ലാസ്ക് തുറന്ന് ചായ പകർന്നു. അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. ഇനി നാലാമത്തെ ചോദ്യം, ഒരു താക്കീത് പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ലഘുവാക്യങ്ങളാക്കുക? ഉപ്പ അവനെ ഒരു താക്കീത് പോലെ നോക്കി കടന്നുപോയി. ഹാഫിസ് അവളോട് ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ സവിശേഷ പ്രയോഗങ്ങളാണ്. ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ സവിശേഷ പ്രയോഗങ്ങൾ, ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ സവിശേഷ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദൈവം തൊട്ട കൈവിരലുകൾ, ഫിസയുടെ അസാമാന്യമായ സർഗശേഷിയെയും ചിത്രരചനയിലുള്ള കഴിവിനെയുമാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. പ്രശസ്ത
ചിത്രകാരൻ മാധവൻ സാറാണ് ഫിസയുടെ വിരലുകളെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. അടുത്തത് വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന പ്രയോഗം. വരയ്ക്കാതെ എന്ന പദത്തിൻ്റെ ആവർത്തനത്തിലൂടെ ഫിസ ദീർഘകാലമായി ചിത്രരചനയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന കാലസൂചനയാണ് ലഭിക്കുന്നത്. സർഗാത്മകതയ്ക്ക് സംഭവിച്ച താളഭംഗത്തെയും അതിലൂടെ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെയുമാണ് ഇത് ദ്യോതിപ്പിക്കുന്നത്. ഇനി മൂടൽമഞ്ഞ് എന്ന പ്രയോഗം. ഫിസ എന്ന പേരിൻ്റെ അർത്ഥമായി കഥയിൽ നൽകിയിരിക്കുന്നത് മൂടൽമഞ്ഞ് എന്നാണ്. ഫിസയുടെ നിഗൂഢവും മനോഹരവുമായ ആന്തരിക ലോകത്തെയും ഭർത്താവായ ഹാഫിസിന് അപ്രാപ്യമായ അവളുടെ വ്യക്തിത്വത്തെയുമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഇനി അടുത്ത പ്രയോഗം ചിറകുവച്ച ചിന്തകൾ, തീ പിടിച്ച സ്വപ്നങ്ങൾ എന്ന പ്രയോഗമാണ്. വ്യക്തികളിൽ നിന്ന് ഉരുത്തിരിയുന്ന പുരോഗമന ചിന്തകൾ ലോകമാകെ വ്യാപിപ്പിക്കുന്നതിനെയും ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്ന തീക്ഷ്ണമായ സ്വപ്നങ്ങളെയുമാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. ഇനി പ്രധാന സംഭാഷണങ്ങൾ നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4-5 വരയും കുറിയും. ഇതൊക്കെ ആർക്കാ പറ്റാത്തത്? ഫിസയുടെ ചിത്രരചനയെ തികഞ്ഞ പുച്ഛത്തോടെ ഹാഫിസ് സമീപിക്കുന്നതാണ് ഈ സംഭാഷണത്തിൽ കാണുന്നത്. ഭാര്യയുടെ സർഗശേഷിയെ അംഗീകരിക്കാൻ ഹാഫിസിലെ പുരുഷാധിപത്യ മനോഭാവം അനുവദിക്കുന്നില്ലെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഇനി അടുത്തത്, അടുപ്പത്തെ പണി ഒരു കടലാ ഫിസെ, അതങ്ങട് തീർന്നു എന്ന് പറയാൻ പറ്റണത് എങ്ങനെ? സ്ത്രീ എന്നാൽ അടുക്കളപ്പണിക്ക് മാത്രമുള്ളവളാണെന്ന യാഥാസ്ഥിതിക ചിന്താഗതിയാണ് ഹാഫിസിൻ്റെ ഉമ്മയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഫിസയുടെ ചിത്രരചനയെ വെറും പെയിൻ്റടി മാത്രമായി ഉമ്മ കാണുന്നു. അടുത്ത പ്രയോഗം, ഒരു പണ്ടാരവും വേണ്ട. ഫിസയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം വരുമ്പോൾ ഹാഫിസ് അത് തടയുന്ന സംഭാഷണമാണിത്. ഫിസയുടെ കലാപരമായ വളർച്ചയിൽ അയാൾക്കുള്ള അസഹിഷ്ണുതയും അപകർഷതാബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. അടുത്ത പ്രയോഗം, നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥയുടെ അവസാനത്തിലുള്ള ഈ ഭാഗം ഫിസ തൻ്റെ സർഗാത്മകതയെ തടയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അപൂർണമായ തൻ്റെ ദാമ്പത്യ ജീവിതത്തെയും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയെയും കഴുകിക്കളഞ്ഞ് അവൾ പുതിയൊരു ലോകത്തേക്ക് നടക്കുന്നുവെന്ന സൂചനയാണിത്. ഈ പ്രയോഗങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സ്ത്രീയുടെ ആത്മപ്രകാശനത്തിന് തടസ്സം നിൽക്കുന്ന കുടുംബ വ്യവസ്ഥയെയും പുരുഷാധിപത്യത്തെയും കഥാകാരി വിമർശനാത്മകമായി അവതരിപ്പിക്കുന്നു. ഇനി ഫിസ എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ്. ഈ പ്രയോഗത്തിൻ്റെ പ്രസക്തി എന്ത് എന്നതാണ്. ഫിസ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇളം കാറ്റ്, സുഗന്ധം എന്നൊക്കെയാണെങ്കിലും അവൾ സ്വയം മൂടൽമഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുന്നു. മൂടൽമഞ്ഞ് നിഗൂഢവും സുന്ദരവുമാണ്. അതിനുള്ളിലെ കാഴ്ചകൾ കാണാൻ അതിൻ്റെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഫിസയുടെ ഉള്ളിലെ അതിവിശാലമായ കലാലോകം ഹാഫിസിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് പിടികിട്ടാത്ത ഒന്നാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അടുത്ത പ്രയോഗം, കല ആനന്ദമാണ്. ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെ ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക. കലയുടെ പരമപ്രധാനമായ ലക്ഷ്യം ആനന്ദമാണ്. കലാകാരൻ തൻ്റെ സൃഷ്ടിയിൽ മുഴുകുമ്പോൾ ലഭിക്കുന്ന അതേ ആനന്ദം ആസ്വാദകനും ലഭിക്കുന്നു. ചിത്രകാരി എന്ന കഥയിൽ ഫിസയുടെ ലോകം അവളുടെ ചിത്രങ്ങളാണ്. അതാണ് അവൾക്ക് ആനന്ദവും മോചനവും നൽകുന്നത്. പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ കല മാനസികവും സാമൂഹികവുമായ അന്ധകാരം നീക്കി വെളിച്ചം വിതറുന്നു. എന്നാൽ ഹാഫിസിനെ പോലെയുള്ള യാഥാസ്ഥിതികരായ മനുഷ്യർ ഈ വെളിച്ചത്തെ ഭയപ്പെടുകയും അതിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ക്യാൻവാസിൻ്റെ അതിരുകൾ കടന്ന് വളരുന്ന കാട് കല മാധ്യമത്തെയും കടന്ന് വിശാലമാകുന്നതിൻ്റെ സൂചനയാണ്. ഫിസയുടെ ചിത്രങ്ങൾ അവളുടെ ഉള്ളിലെ തീക്കനലുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവ ചാരം മൂടിക്കിടന്നാലും ഒരിക്കലും കെട്ടുപോകില്ല എന്ന് കഥകാരി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഫിസയുടെ നിശബ്ദത ഒരു പ്രതിരോധമാണോ? കഥാസന്ദർഭങ്ങളെ മുൻനിർത്തി ചർച്ച ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഫിസയുടെ നിശബ്ദത ഒരു പ്രതിരോധം തന്നെയാണ് അല്ലേ. നിശബ്ദമായിരിക്കുന്നത് അത് അവൾ എല്ലാത്തിൽ നിന്നും ഓടിച്ചു കൊടുക്കുകയല്ല, അത് അവളുടെ പ്രതിരോധമാണ്. അവൾക്കെതിരെ നിൽക്കുന്നവരോടുള്ള പ്രതിരോധമാണ് അവളുടെ മൗനം. അപ്പോൾ ഉത്തരം നോക്കാം. ഭർത്താവായ ഹാഫിസിൻ്റെയും ഉമ്മയുടെയും കുത്തുവാക്കുകൾക്കും പുച്ഛത്തിനുമെതിരെ ഫിസ മിക്കപ്പോഴും നിശബ്ദതയിലൂടെയാണ് പ്രതികരിക്കുന്നത്. അവളുടെ ഈ മിണ്ടാതിരിക്കൽ ഹാഫിസിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിനെ അഹങ്കാരമായാണ് അയാൾ കാണുന്നത്. എന്നാൽ ഫിസയുടെ നിശബ്ദത യഥാർത്ഥത്തിൽ തൻ്റെ ആന്തരിക ലോകത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പ്രതിരോധമാണ്.
അയാൾ അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ പോലും അവൾ വഴക്കിന് പോകാതെ തൻ്റെ കടമകൾ നിർവഹിക്കുന്നു. എന്നിരുന്നാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൾ വീണ്ടും ബ്രഷ് കയ്യിലെടുക്കുമ്പോൾ അവളുടെ സർഗാത്മകതയെ തളയ്ക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവൾ തെളിയിക്കുന്നു. സാമൂഹിക വിലക്കുകളെ മറികടന്ന് തൻ്റെ ആന്തരിക ലോകത്തെ പ്രകാശിപ്പിക്കാൻ അവൾ നടത്തുന്ന നിശബ്ദമായ ശ്രമം സ്ത്രീ മുന്നേറ്റത്തിൻ്റെ സർഗാത്മകമായ ആവിഷ്കാരമാണ്. ഇനി കഥാപാത്ര നിരൂപണങ്ങളാണ്. ആദ്യത്തേത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രമായ ഫിസയുടെ കഥാപാത്ര നിരൂപണമാണ്. E.K. ഷാഹിനിയുടെ ചിത്രകാരി എന്ന ചെറുകഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ. കലയെ ജീവിതത്തോളം സ്നേഹിക്കുന്ന അസാമാന്യ സർഗശേഷിയുള്ള ഒരു കലാകാരിയായാണ് ഫിസയെ കഥാകാരി അവതരിപ്പിക്കുന്നത്. ഫിസയുടെ സ്വഭാവ സവിശേഷതകളും അവൾ നേരിടുന്ന ജീവിത സംഘർഷങ്ങളും താഴെ പറയുന്നവയാണ്. ഒന്നാമത്തേത്, അനുഗ്രഹീതയായ കലാകാരിയാണ് ഫിസ. ഫിസയുടെ വീട് മുഴുവൻ അവൾ വരച്ച ചിത്രങ്ങളായിരുന്നു. അവളുടെ ചിത്രങ്ങൾ കണ്ട പ്രശസ്ത ചിത്രകാരൻ മാധവൻ സാർ അവളെ വിശേഷിപ്പിച്ചത് ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ്. ചിത്രങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് ആഹ്ലാദത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചവളായിരുന്നു അവൾ. അടുത്ത പോയിന്റ്, യാഥാസ്ഥിതിക കുടുംബത്തിലെ ഇര. വിവാഹശേഷം തികച്ചും യാഥാസ്ഥിതികരായ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഇടയിലേക്കാണ് ഫിസ എത്തുന്നത്. പെണ്ണിൻ്റെ പണി അടുക്കളയിൽ ആണുങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കലും മക്കളെ നോക്കലുമാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു അവർ. അവളുടെ വരയെയും എഴുത്തിനെയും അവർ വെറും പെയിൻ്റടി ആയി പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അടുത്ത പോയിന്റ്, സമരസപ്പെടാനുള്ള ശ്രമമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബത്തോട് ചേർന്നു പോകാൻ ഫിസ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ജോലികളും തീർത്തതിനു ശേഷമാണ് അവൾ വരയ്ക്കാനായി സമയം കണ്ടെത്തിയിരിക്കുന്നത്. കലയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അടുത്ത പോയിന്റ്, മൗനത്തിലൂടെയുള്ള പ്രതിരോധമാണ്. ഫിസ ഒരു എക്സ്ട്രീമലി സൈലന്റ് ആയ കഥാപാത്രമാണ്. ഭർത്താവിൻ്റെയും ഉമ്മയുടെയും കുത്തുവാക്കുകൾക്കും പരിഹാസങ്ങൾക്കും മുന്നിൽ അവൾ നിശബ്ദത പാലിക്കുന്നു. എന്നാൽ ഈ നിശബ്ദത അവളുടെ കീഴടങ്ങലല്ല, മറിച്ച് തൻ്റെ സർഗാത്മക ലോകത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. അടുത്ത പോയിന്റ്, അടിച്ചമർത്തപ്പെടുന്ന വ്യക്തിത്വം. ഹാഫിസ് എന്ന ഭർത്താവ് അവളുടെ കഴിവുകളിൽ അസ്വസ്ഥനാവുകയും അപകർഷതാബോധം അനുഭവിക്കുകയും ചെയ്യുന്നു. അവളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം പോലും ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞ് അയാൾ തടയുന്നു. ഒടുവിൽ അവളുടെ ബ്രഷ് അയാൾ തട്ടിത്തെറിപ്പിക്കുമ്പോൾ അവളുടെ സർഗാത്മകതയ്ക്ക് മേൽ പുരുഷാധിപത്യം നടത്തുന്ന കടന്നുകയറ്റമാണ് അവിടെ ദൃശ്യമാകുന്നത്. ഇനി ഉപസംഹാരമാണ്. തൻ്റെ ആത്മാവിഷ്കാരത്തിന് തടസ്സം നിൽക്കുന്ന യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്നും സ്വയം മോചിതയാകുന്ന ഫിസയെയാണ് കഥാന്ത്യത്തിൽ നാം കാണുന്നത്. നിശബ്ദമായ കരച്ചിലൂടെ അവൾ തൻ്റെ കൈ കഴുകുമ്പോൾ അപൂർണമായ തൻ്റെ ദാമ്പത്യ ജീവിതത്തെ കഴുകിക്കളഞ്ഞ് കലയുടെയും ആത്മാവിഷ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്ക് അവൾ നടന്നു നീങ്ങുന്നുവെന്ന സൂചന കഥാകൃത്ത് നൽകുന്നു. ഫിസയെ ഒരു ചിത്രത്തോട് ഉപമിച്ചാൽ പശ്ചാത്തലത്തിലെ കറുത്ത നിറങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ ഒരു മഞ്ഞച്ചായം പോലെയാണ് അവൾ. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അവളുടെ ഉള്ളിലെ കഥാകാരിയുടെ തീക്കനൽ കെട്ടുപോവുകയില്ല. ഇനി ഹാഫിസിന്റെ കഥാപാത്ര നിരൂപണമാണ്. E.K. ഷാഹിനിയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസയുടെ ഭർത്താവാണ് ഹാഫിസ്. കുടുംബവ്യവസ്ഥകൾക്കനുസരിച്ച് സ്ത്രീയുടെ സ്വത്വത്തെയും സർഗശേഷിയെയും അടിച്ചമർത്തുന്ന പുരുഷാധിപത്യ മനോഭാവത്തിന്റെ പ്രതിരൂപമായാണ് ഹാഫിസിനെ കഥാകാരി ചിത്രീകരിക്കുന്നത്. ഹാഫിസിന്റെ പ്രധാന സ്വഭാവ സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. 1. യാഥാസ്ഥിതിക ചിന്താഗതി. തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഹാഫിസ്. സ്ത്രീ എന്നാൽ അടുക്കളപ്പണി ചെയ്യേണ്ടവളും ഭർത്താവിനെയും മക്കളെയും നോക്കി കഴിയേണ്ടവളും മാത്രമാണെന്ന പാരമ്പര്യ കാഴ്ചപ്പാടാണ് ഹാഫിസിനും അയാളുടെ ഉമ്മയ്ക്കും ഉള്ളത്. അടുത്ത പോയിന്റ്, കലയോടുള്ള പുച്ഛമാണ്. ഫിസയുടെ ചിത്രരചനയെയും സർഗാത്മകതയെയും ഹാഫിസ് തികഞ്ഞ പുച്ഛത്തോടെയാണ് കാണുന്നത്. 4-5 വരയും കുറിയും ഇതൊക്കെ ആർക്കാ പറ്റാത്തേ എന്ന് ചോദിച്ചുകൊണ്ട് ഫിസയുടെ കഴിവിനെ അയാൾ നിരന്തരം നിസ്സാരവൽക്കരിക്കുന്നു. ഭാര്യയുടെ വരയെ വെറും പെയിന്റടി ആയിട്ടാണ് ഹാഫിസിന്റെ കുടുംബം വിലയിരുത്തുന്നത്. അടുത്ത പോയിന്റ്, അപകർഷതാബോധവും അസഹിഷ്ണുതയും. ഫിസ അസാമാന്യ പ്രതിഭയുള്ള ചിത്രകാരിയാണെന്ന് ഹാഫിസിന്റെ സുഹൃത്ത് പറയുമ്പോൾ ഹാഫിസിൽ അപകർഷതാബോധമാണ് ഉണ്ടാകുന്നത്. ഫിസയുടെ കൈവിരലുകളെ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് അസഹിഷ്ണുത തോന്നുകയും അയാളുടെ ഉള്ളിൽ ഒരു പുകച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഭാര്യ തന്നേക്കാൾ ഉയരത്തിലാണെന്ന ചിന്ത അയാളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അടുത്ത പോയിന്റ്, സർഗാത്മകതയെ തടയുന്ന ഭർത്താവ്. ഫിസയുടെ സർഗാത്മകമായ ലോകത്തെ തൻ്റെ കുടുംബജീവിതത്തിന് തടസ്സമായിട്ടാണ് ഹാഫിസ് കാണുന്നത്. ഫിസയ്ക്ക് ലഭിച്ച
പ്രദർശനത്തിനുള്ള അവസരം ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞ് അയാൾ പരുക്കനായി തടയുന്നു. ഒടുവിൽ ഫിസയുടെ കയ്യിലെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ അവളുടെ ആത്മാവിഷ്കാരത്തിന് മേൽ അയാൾ നടത്തുന്ന ക്രൂരമായ കടന്നുകയറ്റമാണ് വെളിവാകുന്നത്. അടുത്ത പോയിന്റ് ഇടുങ്ങിയ ലോകവീക്ഷണമാണ്. പണം, റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വിലക്കയറ്റം, നല്ല ഭക്ഷണം തുടങ്ങിയ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഹാഫിസിന് ഫിസയുടെ ചിത്രങ്ങളുടെയോ കവിതകളുടെയോ ലോകം അപ്രാപ്യമാണ്. അയാൾ വസിക്കുന്നത് സങ്കുചിതമായ ഒരു ലോകത്താണെന്ന് കഥാകാരി വ്യക്തമാക്കുന്നു. ഉപസംഹാരം: ചുരുക്കത്തിൽ, സ്ത്രീയുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും വില കൽപ്പിക്കാത്ത, അവളെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ഉപകരണമായി കാണുന്ന പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ഉദാഹരണമാണ് ഹാഫിസ്. ഫിസയുടെ നിശബ്ദതയെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കുകയും അവളുടെ സർഗശക്തിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഹാഫിസ് യഥാർത്ഥത്തിൽ തൻ്റെ തന്നെ അപകർഷതാബോധത്തെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ്. അടുത്ത കഥാപാത്ര നിരൂപണം വളരെ പ്രധാനപ്പെട്ട കഥാപാത്ര നിരൂപണമാണ്. ഹാഫിസിന്റെ ഉമ്മയുടേതാണ്. കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസയുടെ അമ്മായിയമ്മയും ഹാഫിസിന്റെ ഉമ്മയുമായ കഥാപാത്രം കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിലെ യാഥാസ്ഥിതിക സ്ത്രീ സങ്കല്പങ്ങളുടെ ശക്തമായ പ്രതിരൂപമാണ്. ഈ കഥാപാത്രത്തിന്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. 1. സങ്കുചിതമായ സ്ത്രീ സങ്കല്പം. സ്ത്രീയുടെ ലോകം അടുക്കളയിൽ ഒതുങ്ങേണ്ടതാണെന്നും ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും മക്കളെ നോക്കലുമാണ് പെണ്ണിന്റെ യഥാർത്ഥ പണിയെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്ത്രീയുടെ സർഗശേഷിയേക്കാൾ അവളുടെ പാചക നൈപുണ്യത്തിനാണ് ഇവർ മുൻഗണന നൽകുന്നത്. രണ്ടാമത്തേത് കലയോടുള്ള പുച്ഛമാണ്. ഫിസയുടെ അസാമാന്യമായ സർഗശേഷിയെയും ചിത്രരചനയെയും തികഞ്ഞ പുച്ഛത്തോടെയാണ് ഉമ്മ സമീപിക്കുന്നത്. ഫിസയുടെ വരയെ വെറും പെയിന്റടി എന്ന് വിശേഷിപ്പിക്കുക വഴി കലയെ അവർ നിസ്സാരവൽക്കരിക്കുന്നു. ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഫിസയുടെ ആത്മാവിഷ്കാരത്തിന് അവർ വിലക്കേർപ്പെടുത്തുന്നു. അടുത്ത പോയിന്റ് അടിച്ചമർത്തുന്ന മനോഭാവം. ഫിസയെ അടുക്കളപ്പണി പഠിപ്പിക്കാനായി അവർ നിരന്തരം ശ്രമിക്കുന്നു. അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസെ എന്ന് പറയുന്നതിലൂടെ സർഗാത്മകതയേക്കാൾ ഗാർഹിക ഉത്തരവാദിത്തങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. കലത്തപ്പം ചുടാനോ ബിരിയാണി വയ്ക്കാനോ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഫിസയെ മാനസികമായി തോൽപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നിശബ്ദതയെ തെറ്റിദ്ധരിക്കൽ. ഫിസയുടെ നിശബ്ദതയെയും അന്തർമുഖത്വത്തെയും അവളുടെ അഹങ്കാരമായോ മറ്റുള്ളവരുമായി സഹകരിക്കാത്ത സ്വഭാവമായോ ആണ് ഉമ്മ കാണുന്നത്. ഫിസയുടെ സർഗാത്മകമായ ലോകത്തെ തൻ്റെ കുടുംബത്തിൻ്റെ സാധാരണ താളത്തിന് തടസ്സമായി ഇവർ ഭയപ്പെടുന്നു. അടുത്തത് പുരുഷാധിപത്യത്തിൻ്റെ സ്ത്രീരൂപം. കുടുംബത്തിനകത്ത് സ്ത്രീയുടെ സ്വത്വത്തെ അടിച്ചമർത്തുന്നതിൽ പുരുഷാധിപത്യ ചിന്താഗതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സ്ത്രീരൂപമായാണ് ഉമ്മയെ കഥാകാരി അവതരിപ്പിക്കുന്നത്. ഫിസയുടെ കണ്ണുകൾ ഈറനണിയുമ്പോഴും അത് ഗൗനിക്കാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പരുക്കൻ സ്വഭാവമാണ് അവരുടേത്. ചുരുക്കത്തിൽ, കലയെയും സ്ത്രീയുടെ ആത്മപ്രകാശനത്തെയും പാടെ അവഗണിക്കുന്ന, പാരമ്പര്യങ്ങളുടെയും അടുക്കളയുടെയും തടവറയ്ക്കുള്ളിൽ സ്ത്രീയെ തളച്ചിടാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥിതിയുടെ പ്രതീകമാണ് ഹാഫിസിന്റെ ഉമ്മ എന്ന കഥാപാത്രം. ഒരു ഉപമയിലൂടെ പറഞ്ഞാൽ, ഫിസ എന്ന വർണ്ണശോഭയുള്ള പക്ഷിയുടെ ചിറകരിയാൻ ശ്രമിക്കുന്ന കൂടൊരുക്കുന്നവളെ പോലെയാണ് ഹാഫിസിന്റെ ഉമ്മ. ആ കൂട് അവൾക്ക് സംരക്ഷണത്തെക്കാൾ ഉപരിയായി ഒരു തടവറയാണ് സൃഷ്ടിക്കുന്നത്. ഇനി എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ്. അടുക്കളപ്പുറത്തെ ആവിഷ്കാരങ്ങൾ. സ്ത്രീയുടെ സർഗശേഷിക്ക് ആര് അതിർവരമ്പ് നിശ്ചയിക്കും? കല എന്നത് കേവലം ഒരു വിനോദമല്ല, മറിച്ച് അത് മനുഷ്യന്റെ ആത്മപ്രകാശനത്തിന്റെയും ആനന്ദത്തിന്റെയും ഉപാധിയാണ്. എന്നാൽ കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ ഫിസ എന്ന കഥാപാത്രം നമുക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം അതിഗൗരവമുള്ളതാണ്. അസാമാന്യമായ സർഗശേഷിയുള്ള ഒരു കലാകാരിയുടെ വിരലുകൾ അടുക്കളയിലെ കരിയുടെയും പാത്രങ്ങളുടെയും ഇടയിൽ തടച്ചിടപ്പെടേണ്ടതാണോ? വിവാഹശേഷം സ്ത്രീയുടെ ലോകം അടുക്കളയിൽ ഒതുങ്ങേണ്ടതാണെന്നും ഭർത്താവിനും മക്കൾക്കും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് പെണ്ണിന്റെ യഥാർത്ഥ പണിയെന്നുമുള്ള യാഥാസ്ഥിതിക ചിന്താഗതി ഇന്നും നമ്മുടെ സമൂഹത്തിൽ ശക്തമാണ്. ഫിസയുടെ ദൈവം തൊട്ട കൈവിരലുകളെ വെറും പെയിന്റടി എന്ന് പുച്ഛിക്കുന്ന ഹാഫിസിനെയും ഉമ്മയെയും പോലെയുള്ളവർ ഒരു വ്യക്തിയുടെ സ്വത്വത്തെയാണ് ഇല്ലാതാക്കുന്നത്. പുരുഷാധിപത്യ കുടുംബ വ്യവസ്ഥിതിയിൽ സ്ത്രീയുടെ സർഗശേഷി പലപ്പോഴും ഭർത്താവിൻ്റെ അപകർഷതാബോധത്തിന് ഇരയാകുന്നു. തൻ്റെ കഴിവിൽ അഭിമാനിക്കുന്നതിന് പകരം ഭാര്യ തന്നേക്കാൾ ഉയരത്തിലാണെന്ന ചിന്ത ഹാഫിസിനെ അസ്വസ്ഥനാക്കുന്നതും അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നതും ആത്മാവിഷ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. കല നൽകുന്ന ആഹ്ലാദാനുഭൂതികൾക്ക് പരിധികളില്ലെന്ന് രവീന്ദ്രനാഥ ടാഗോർ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആനന്ദം അനുഭവിക്കാൻ സ്ത്രീക്ക് കുടുംബത്തിൻ്റെ അനുവാദം കാത്തു നിൽക്കേണ്ടി വരുന്നത്
പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണ്. ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന് ശേഷവും തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഫിസയെ പോലുള്ള സ്ത്രീകൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കഥാന്ത്യത്തിൽ ഫിസ തൻ്റെ കൈ കഴുകുന്നത് അപൂർണമായ ദാമ്പത്യ ജീവിതത്തെയും അടിച്ചമർത്തപ്പെട്ട സാഹചര്യങ്ങളെയും കഴുകിക്കളയുന്നതിൻ്റെ സൂചനയാണ്. സർഗാത്മകതയും സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന സാമൂഹ്യ വിലക്കുകളെ മറികടന്ന് പുതിയൊരു ലോകത്തേക്ക് നടന്നു നീങ്ങുന്ന ഫിസ ഓരോ സ്ത്രീയുടെയും അസ്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. സ്ത്രീയുടെ കഴിവുകളെ അടുക്കളയിൽ ഹോമിക്കാതെ അവൾക്ക് ആകാശത്തോളം ഉയരാനുള്ള ഇടം നൽകാൻ കുടുംബങ്ങളും സമൂഹവും തയ്യാറാകണം. ആത്മപ്രകാശനത്തിന് തടസ്സം നിൽക്കുന്ന യാഥാസ്ഥിതിക മതിലുകൾ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഫിസയുടെ വാക്കുകളിൽ പറഞ്ഞാൽ മൂടൽമഞ്ഞ് നിഗൂഢവും സുന്ദരവുമാണ്. എന്നാൽ ആ മൂടൽമഞ്ഞിനെ ഭേദിച്ചു വരുന്ന തെളിവെയിൽ പോലെ ഓരോ സ്ത്രീയുടെയും സർഗശേഷി ലോകത്തെ പ്രകാശപൂർണമാക്കേണ്ടതുണ്ട്.